കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാളത്തിൻ്റെ അഭിമാനം, മലയാളത്തിലെ മഹാസാഹിത്യകാരനായിരുന്ന MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്ത വിദ്യാലയത്തിലെ വായനശാലയിലാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു UP സ്കൂളിൽ ആദ്യമായി നിർമ്മിക്കപ്പെടുന്ന വിവിധോദ്ദേശ വായനശാലകളിൽ ഒന്നാവാം ഇത്. ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടെയാണ് വീരജവാൻ C രാധാകൃഷ്ണൻ സ്മാരക വായനശാല എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഒരു ലൈബ്രറി ഉണ്ടായിട്ടുള്ളത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ നാട്ടുകാരനും കൂടിയായ ജവാൻ രാധാകൃഷ്ണൻ്റെ സ്മരണാർത്ഥമാണ് നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടുകൂടി DPIPയുടെയും സഹകരണത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ഈ ഒരു വായനശാല. ഈ വായനശാലയുടെ കീഴിൽ ഈ വായനശാല ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ വിദ്യാർത്ഥികൾ സാഹിത്യ മേഖലയിലും എഴുത്ത്, വായന തുടങ്ങിയ മേഖലകളിലുമെല്ലാം വളരെ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. കേരളത്തിലെ തന്നെ ഇന്നറിയപ്പെടുന്ന എഴുത്തുകാരികളായിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഈ വായനശാല ഉപയോഗപ്പെടുത്തിയാണ് മുന്നേറിയിട്ടുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മഹാസാഹിത്യകാരന്മാർ ധാരാളം ഈ വായനശാലയോട് ബന്ധപ്പെട്ട് ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാകവി അക്കിത്തവുമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സംവദിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മലയാളത്തിൻ്റെ സാഗര ഗർജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള സുകുമാർ അഴീക്കോട് ഈ വായനശാലയിൽ വന്ന് ഇരുന്ന് ഇവിടുത്തെ വായനശാലയിലെ പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം പരിശോധിക്കുകയും പുലാപ്പറ്റ എന്ന ഗ്രാമത്തെ അഭിസംബോധന ചെയ്ത് ദീർഘനേരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ MT വാസുദേവൻ നായർ ഈ വായനശാലയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയത് ഈ ഗ്രാമത്തിലെ തന്നെ ഒരു മഹോത്സവമായി ഞങ്ങൾ മാറ്റുകയുണ്ടായി. കുരീപ്പുഴ ശ്രീകുമാർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, വൈശാഖൻ, കുഞ്ഞുണ്ണി മാഷ്, മുല്ലനഴി തുടങ്ങിയ മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക ലോകത്തെ പ്രമുഖരെല്ലാം ഈ വിദ്യാലയത്തിൽ വന്ന് ഇവിടുത്തെ നാട്ടുകാരോടും വിദ്യാർത്ഥികളോടും സംവദിച്ചിട്ടുണ്ട് എന്ന് അഭിമാനകരമായി തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എല്ലാ വർഷവും കുട്ടികളുടെ കഴിവുകൾ, അവരുടെ എഴുത്ത്, വായന തുടങ്ങിയ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് കണ്ണാടി എന്ന പേരിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കാറുണ്ട്. മാത്രമല്ല ഇവിടെ വിദ്യാരംഗം കലാസാഹിത്യവേദി എന്ന കുട്ടികളുടെ കൂട്ടായ്മ അവരുടെ എഴുത്ത്, വായന തുടങ്ങിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഈ വായനശാല നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം എന്ന് പറയുന്ന ഉപജില്ലാതല മേള എല്ലാ വർഷവും നടന്നു വരാറുണ്ട്. ആ മേളയിൽ നീണ്ട 15 വർഷം തുടർച്ചയായി നമ്മുടെ വിദ്യാലയത്തിനായിരുന്നു ചെർപ്പളശ്ശേരി ഉപജില്ലയിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതിനുശേഷവും സാഹിത്യപരമായ ശില്പശാലകളിലും മറ്റും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നും മുൻപന്തിയിൽ തന്നെയാണ് എന്നത് ഈ വായനശാല ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നത് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി ടീച്ചർ, MP പരമേശ്വരൻ സാറ് തുടങ്ങിയ പ്രഗത്ഭരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനും ഈ വായനശാലയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 95 വർഷത്തെ പ്രൗഢമായ പാരമ്പര്യവും അതിൻ്റെ ചരിത്രവും രേഖപ്പെടുത്തിയ ഒരു സ്മരണികയാണ് എൻ്റെ കയ്യിലുള്ളത്. 2020 ബാലഗോപാലം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ സ്മരണിക ഇവിടുത്തെ മുൻ മാനേജരും പ്രധാനാധ്യാപകനുമായിരുന്ന ബാലഗോപാലൻ തമ്പാൻ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാം ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണിത്. ഇത് പരിശോധിച്ചാൽ നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവും വിദ്യാലയത്തിലെ പ്രസക്തമായ എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളും എല്ലാം ഇതിൽ ആലേഖനം ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെല്ലാം QR കോഡിൻ്റെ രൂപത്തിൽ
ഈ സ്മരണികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്തും 2020 പുറത്തിറക്കിയ ഈ സ്മരണിക ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അമൂല്യ രേഖയായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. മലയാളത്തിലെ വരയുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിസ്റ്റ് നമ്പൂരി ഇവിടെ വെച്ച് നടന്ന ജില്ലാ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിലെത്തുകയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അദ്ദേഹം തത്സമയം തന്നെ വരച്ച ഒരു കഥകളി ചിത്രീകരണത്തിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഒട്ടേറെ മഹാനുഭാവന്മാരെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യകാലത്തെ വിദ്യാലയം. ഇത് അരുൺ ജോസ് മാഷാണ്. അദ്ദേഹം 2 വർഷത്തോളമായി ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ വിദ്യാലയത്തിൽ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 4 ബസ്സുകൾ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ആ ബസ്സുകളുടെ മുഴുവൻ ചുമതല വഹിക്കുന്ന അധ്യാപകൻ കൂടിയാണ് പ്രിയപ്പെട്ട അരുൺ ജോസ് മാഷ്. ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നിലവിൽ 4 ബസ്സാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൂരപരിധി ഇല്ലാതെ നിശ്ചിത ഒരു എമൗണ്ട് മാത്രം വാങ്ങിക്കൊണ്ടാണ് ബസ് സർവീസ് ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം പ്രീ KG KG കുട്ടികൾക്കൊന്നും ബസ് ഫീസ് നമ്മൾ വാങ്ങുന്നില്ല. എല്ലാവർക്കും സൗജന്യമാണ്. 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ദൂരപരിധി ഇല്ലാതെ തന്നെ നിശ്ചിത എമൗണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലവിൽ 250 രൂപ വാങ്ങിക്കൊണ്ട് ദൂരപരിധി ഇല്ല. എവിടെ നിന്ന് കയറിയാലും നമ്മൾ ആ ഒരു എമൗണ്ട് മാത്രമേ വാങ്ങുന്നുള്ളൂ. പിന്നെ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണയിലെത്താനായിട്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് 1-2 കുട്ടികൾക്കോ ഒരു വാഹന സൗകര്യത്തിന് പൈസ ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ട് വാഹന സൗകര്യം അങ്ങനെ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ബസ്സിന് പുറമെ 1-2 ഓട്ടോറിക്ഷകൾ നമ്മൾ സൗജന്യമായിട്ട് കുട്ടികളുടെ വാഹന സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. എല്ലാ കുട്ടികളുടെയും വാഹന സൗകര്യം ഇതുവഴി സ്കൂളിലേക്ക് എത്താനും വിദ്യാഭ്യാസം അതിനെ പൂർണ്ണയിലെത്തിക്കാനുമായിട്ട് ശബരി ട്രസ്റ്റ് എന്നും നമ്മുടെ കൂടെയുണ്ട്. ബസ്സിൻ്റെ എല്ലാ ചെലവുകളും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ശബരി ട്രസ്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വിദ്യാലയത്തിലെന്നാദ്യമായി പോയതും ഉച്ചയ്ക്കു കഞ്ഞിയും പയറും കഴിച്ചതും ഓണത്തിനോല പൂവട്ടിയിൽ തുമ്പയും മുക്കുറ്റിപ്പൂവും നിലാവും നിറച്ചതും അക്ബറും അഗസ്ത്യനും പിന്നെ ഞാനും നമ്മളൊന്നായി വളർന്നൊരു പൂർവകാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം.